വാർത്തയിലേക്ക്. ടെലഗ്രാം ആപ്പിന് ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ ജൂൺ 22 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള മുൻകരുതലാണ് ഈ നീക്കം. ഈ മാസം 22 വരെ നിയന്ത്രണം. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അറിയാം, നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് കേന്ദ്ര സർക്കാരിനെ വലിയ പ്രതിക്കൂട്ടിലാക്കിയ വിഷയമാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും തുടരുന്നു. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. നേരത്തെ വ്യോമസേനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷയൊരുക്കിയാണ് ചോദ്യപേപ്പർ വിതരണത്തിന് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിന് പുറമെയാണ് ടെലിഗ്രാം നിയന്ത്രണം. അതായത് ടെലിഗ്രാം ആപ്പുകൾ മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള നീക്കമൊന്നും അനുവദിക്കരുത്. അതാണ് ഈ നീക്കത്തിന് പിന്നിൽ. എന്താണ് ഈ തീരുമാനം? സജിത്തെ, കേന്ദ്ര സർക്കാരിനും ഇന്ത്യക്കും ആകെ നാണക്കേടായിരുന്നു ഇന്ത്യയുടെ സുപ്രധാനമായ പരീക്ഷ നീറ്റ് UG പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച. ആ വലിയ നാണക്കേട് നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ജൂൺ 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ജൂൺ 22 വരെയാണ് ഇപ്പോൾ ടെലിഗ്രാം ആപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 22 എന്ന് പറഞ്ഞാലും ഈ ടെലിഗ്രാം ആപ്പ് കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മെസ്സേജിംഗ് എഡിറ്റിംഗ് സംവിധാനങ്ങൾ ജൂൺ 30 വരെ അത് ഡിസേബിൾ ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ ഔദ്യോഗികമായി ഉന്നയിച്ചിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരം ടെലിഗ്രാം പോലെയുള്ള ആപ്പുകൾ വഴിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തി അത് ആളുകളിലേക്കൊക്കെ എത്തിച്ചിരുന്നത്. അത്തരം നീക്കങ്ങൾ തടയിടാൻ വേണ്ടിയാണ് ടെലിഗ്രാം ആപ്പിന് ഇപ്പോൾ ഈ തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും നീറ്റ് പരീക്ഷയുടെ ഭാഗമായി ചോദ്യപേപ്പർ ചോർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എവിടെ നിന്നാണോ ചോരുന്നത്, ആ ചോരുന്ന സംവിധാനങ്ങളെ അടയ്ക്കുന്നതിന് പകരമായി ഇത്തരം അയച്ചു കൊടുക്കാൻ ഇപ്പോൾ ടെലിഗ്രാം അല്ലെങ്കിൽ മറ്റ് പല സംവിധാനങ്ങളുണ്ട് അയച്ചു കൊടുക്കാൻ. അങ്ങനെയുള്ള സംവിധാനങ്ങളെ എല്ലാം കൂടി നിയന്ത്രിച്ചുകൊണ്ട് ഏതെങ്കിലും പരീക്ഷ നടത്തുക എന്നതൊക്കെ അസാധ്യമാണ്. അപ്പോൾ ഒരിക്കൽ ചോർച്ച നടത്തിയത് ടെലിഗ്രാം ആപ്പ് ഉപയോഗിച്ചാണെങ്കിൽ അടുത്ത തവണയും ടെലിഗ്രാം ആപ്പ് ഉപയോഗിച്ച് തന്നെ ചോർച്ച നടത്തും എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഈ സാങ്കേതിക രംഗത്തെ വിദഗ്ധരൊക്കെ എന്തായാലും ചോദിക്കുന്നുണ്ട്. മെസ്സേജിംഗ് എഡിറ്റിംഗ് സംവിധാനം പൂർണ്ണമായും ജൂൺ 30 വരെ റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ടെലിഗ്രാം ആപ്പുകൾ ഉണ്ടായിരുന്നു, അവരുടെ ഈ ചോദ്യപേപ്പറുകൾ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ചില ആപ്പുകൾ, ആ ആപ്പുകളെല്ലാം തന്നെ കഴിഞ്ഞ തവണ ഈ സംശയത്തിന് നിലനിൽക്കുന്ന ആപ്പുകളെല്ലാം പൂർണ്ണമായും തന്നെ ആ ടെലിഗ്രാം ആപ്പുകളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും പരീക്ഷ ഇക്കുറിയെങ്കിലും അങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയില്ലാതെ കൃത്യമായി നടത്താൻ കഴിയണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടിക്ക് കേന്ദ്ര സർക്കാർ IT മന്ത്രാലയം മുതിർന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിനിടയിൽ വീണ്ടും ഇളവ് നൽകുക. കിരൺ, ഈ ഒരു മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പോലും ആവശ്യപ്പെട്ടുകൊണ്ട് CJP അടക്കമുള്ള മൂവ്മെൻറ്റുകളൊക്കെ കളത്തിലിറങ്ങുന്നത് ഈ ഒറ്റ കാരണത്താലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കുന്നു എന്നതാണോ ഇതിൻ്റെ ഭാഗമായുള്ള നീക്കം? വ്യോമസേന അടക്കമുള്ള സംവിധാനങ്ങളെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ചോദ്യപേപ്പർ വിതരണമുണ്ട്. കേന്ദ്രസേന റോഡ് മാർഗമുള്ള യാത്രകളിലെല്ലാം അവരെ അണിനിരത്തുന്നുണ്ട്. ഒപ്പം തന്നെ പരീക്ഷ ചോദ്യപേപ്പർ ഇട്ടവരെ ലോക്ക്ഡൗണിലാക്കി അതിനുശേഷം മാത്രമേ അവരെ പുറത്തുവിടുകയുള്ളൂ. ഇങ്ങനെയുള്ള ജാഗ്രതയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചുള്ള നാണക്കേടും വലിയൊരു പിഴവ് ഒരിക്കലും ഉണ്ടാവരുത് എന്ന ഒരു മുൻകരുതലാണോ ഇതിൻ്റെ എല്ലാം ഭാഗം? സജിത്തെ, അത് തന്നെയാണ്. ഇതൊക്കെ ഈ മുൻകരുതലിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് UG പരീക്ഷ. അപ്പോൾ അത്തരം ഒരു പരീക്ഷയ്ക്ക് എത്രയോ കാലത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ്, പരിശീലനത്തിന് ശേഷമാണ് കുട്ടികളൊക്കെ എത്തുന്നതെന്നറിയാം. സാധാരണഗതിയിൽ 1-2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ പോലും കേരളത്തിൽ തന്നെ എത്രയെങ്കിലും ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു വലിയ സ്വപ്നമാണ് തങ്ങൾ പഠിച്ച് എഴുതി കഴിഞ്ഞാൽ കൃത്യമായി അവർക്ക് ആ റാങ്ക് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പഠന മികവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവേശനം കിട്ടുന്നതെന്നുള്ള ഒരു ഉറപ്പ്, അത്രത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ മേലിലാണ് ഇവരെല്ലാം ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല അത് നടക്കുന്നത്. പലപ്പോഴും ചോദ്യപേപ്പറുകളടക്കം ചോരുന്നുണ്ട്. ഇത്തവണ തന്നെ കണ്ടെത്തിയത് ഒരു കുട്ടിയുടെ അതിസമർത്ഥമായ നീക്കം വഴിയാണ്, ഇത് എങ്ങനെ ഹാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയ ഒരു നീക്കം വഴിയാണ് ഇത് അവസാനം അന്വേഷണം ഇത്തരം ഒരു വലിയ ചോർച്ചയിലേക്ക് കണ്ടെത്തി ഇത്തരം വലിയൊരു തട്ടിപ്പ് ഈ പരീക്ഷയ്ക്ക് പിന്നിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ ബോധ്യപ്പെട്ടത്. അതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയാണ് നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ വ്യോമസേനയുടെ സഹായം ഉപയോഗിക്കുന്നു, സൈന്യത്തിൻ്റെ സഹായം ഉപയോഗിക്കുന്നു. ചോദ്യപേപ്പറുകൾ കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു കാരണവശാലും ചോരരുത്, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പേ ചോദ്യപേപ്പർ ഓരോ സെന്ററുകളിൽ എത്തിച്ച് അവിടെ നിന്ന് മറ്റിടത്തേക്ക് പോകുന്ന അവസ്ഥ, അത്തരം പല കാര്യങ്ങൾ അതിൻ്റെ ബാക്കി എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ ചോദ്യം തയ്യാറാക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പക്ഷേ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ഈ രംഗത്തെ സാങ്കേതിക വിദഗ്ധർ ഈ നിയന്ത്രണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഉയർത്തുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ചോദ്യപേപ്പർ ചോർത്തിയെങ്കിൽ അത് നിയന്ത്രിച്ചതുകൊണ്ട് എന്താണ് കാര്യം? അത്തരം എത്രയോ സംവിധാനങ്ങൾ ടെലഗ്രാമിന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്രയെങ്കിലും ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ആ ആപ്പുകൾ എല്ലാം ഒന്ന്
നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ടെലിഗ്രാം നിയന്ത്രണം എത്രത്തോളം ഇതിൽ പ്രായോഗികമാണ്, അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം അത് ഗുണം ചെയ്യും എന്നുള്ള ചോദ്യം മറുഭാഗത്ത് ഉയരുന്നുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ചെറിയ പഴുത് പോലും ഇത്തവണ ഇട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. കാരണം അത്രത്തോളം വലിയ നാണക്കേടാണ് ഉണ്ടായത്. ഈ CJP എന്ന പാർട്ടിയുടെ ഉദയം തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ്. അത് വലിയ യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് അഭ്യസവിദ്യരായ ചെറുപ്പക്കാർക്കിടയിൽ വലിയ മുന്നേറ്റം ഈ പാർട്ടിക്ക് ഉണ്ടാകുന്നു. അവരുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകൾ ഇന്ത്യ ആകമാനം ഉണ്ടാകുന്നു. ഒരു പാർട്ടി രൂപം കൊണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ആകെ അങ്ങനെ ഒരു പാർട്ടി ഉണ്ട് എന്ന് അറിയിക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. അത് BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അത് വലിയ നാണക്കേടും തിരിച്ചടിയും ഒക്കെയാണ്. അതിനെ തടയിടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇത്തരം പഴുതടച്ച നീക്കത്തിന് ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്തായാലും ഈ 21-ാം തീയതി നടക്കുന്ന നീറ്റ് UG പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രമക്കേടുണ്ടായാൽ അത് രാജ്യത്തിന് വലിയ നാണക്കേടാണ്, കേന്ദ്ര സർക്കാരിന് വലിയ നാണക്കേടാണ്. അത്തരമൊരു നാണക്കേട് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇനി ഇങ്ങനെ ഈ ടെലിഗ്രാം വഴി ആരെങ്കിലും ചെയ്താലോ എന്ന് കരുതി ടെലിഗ്രാമിനടക്കം നിയന്ത്രണം ജൂൺ 30 വരെ അതിൻ്റെ മെസ്സേജിംഗ് എഡിറ്റിംഗ് ആപ്പുകളൊക്കെ പൂർണ്ണമായും ഡിസേബിൾ ചെയ്യണം എന്നാണ് കേന്ദ്ര IT മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഇത്തരമൊരു നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഇനി ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഓരോ നീക്കങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ ഈ വ്യോമസേനയുടെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഒക്കെ സഹായം തേടുന്നതും ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആളുകളെ ഒരു പ്രത്യേക സ്ഥലത്ത് പരീക്ഷ കഴിയുന്നവരെ പാർപ്പിക്കാനുള്ള തീരുമാനം, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ ഘട്ടത്തിലും രഹസ്യാത്മകത സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പഴുതടച്ച നിരീക്ഷണങ്ങളും പഴുതടച്ച സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ടെലഗ്രാം അടക്കമുള്ള ആപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ജാഗ്രതയിലേക്കാണ് രാജ്യം പോകുന്നത്. കാരണം ഇനിയൊരു നാണക്കേട് ഉണ്ടാവരുത്. നീറ്റ് പരീക്ഷ അതിസുപ്രധാനമായ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഇനി പിഴവുണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത കാട്ടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്.